അപ്പോൾ ഗാമാറേ, എക്സ്റേ, യു വി റേ, ഇപ്പോൾ പാർട്ടിക്കിൾസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടാണ് ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതിങ്ങനെ ഒന്നിച്ച് ഒരെണ്ണം ഇങ്ങോട്ട് HSA ഫിസിക്കൽ സയൻസുകാരെ നമുക്ക് HSA ഫിസിക്കൽ സയൻസിന് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് വേവ്സ് ആൻഡ് ഓസിലേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ മൊഡ്യൂൾ 1ൻ്റെ ടോപ്പിക്കുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് വേവ്സ് എന്ന് പറയുന്നത്. വേവ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെയാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻട്രിയുടെ ആപ്പിൽ ഓൾറെഡി വേവ്സിൻ്റെ ക്ലാസ്സുകളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ലൈവ് സെഷൻസ് കൊടുത്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ഡിസ്കഷനൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ചോദ്യപ്പെട്ടിയുടെയൊക്കെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ ബാച്ചുകളൊക്കെ ആരംഭിക്കുന്നുണ്ട്, ലൈവ് സെഷൻസും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ടൊക്കെ സ്പെഷ്യൽ ബാച്ചൊക്കെ ഉണ്ട്, സ്പെഷ്യൽ ലൈവുകളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള ബാച്ചുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അറിയാൻ പറ്റും. എനിവേ വേവ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എവിടെയാണ് ഇതിൻ്റെ റെഫറൻസ് കിടക്കുന്നത്? നിങ്ങൾ ഹൈസ്കൂൾ ലെവൽ ടെക്സ്റ്റ് ബുക്കുകൾ പരിശോധിച്ചാൽ കാണാൻ പറ്റും, ഹയർ സെക്കൻഡറി ടെക്സ്റ്റ് ബുക്കുകൾ കാണാൻ പറ്റും, ഡിഗ്രി ലെവലിൽ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കുകളാണ്. 10th സ്റ്റേറ്റിൻ്റെ SCERTയുടെ പുസ്തകമുണ്ടല്ലോ, ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത്, ആ ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ ചാപ്റ്റർ സൗണ്ട് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ആ ചാപ്റ്റർ നോക്കിയാൽ കാണാൻ പറ്റും. അതിനകത്ത് ഓസിലേഷനെ കുറിച്ച് പറഞ്ഞ ശേഷം ട്രാൻസ്വേഴ്സൽ വേവും ലോഞ്ചിറ്റ്യൂഡൽ വേവ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം സൗണ്ട്, അൾട്രാസോണിക്, അതിൻ്റെ കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു വലിയ ചാപ്റ്ററാണ് സൗണ്ട് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. അതാണ് ഇതിൻ്റെ ഒരു ബേസ് ആയിട്ട് വേണം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ. പുതിയ ടെക്സ്റ്റ് ബുക്കിൽ 10th ഏറ്റവും ലേറ്റസ്റ്റ് ചാപ്റ്ററാണ്. അതിനുശേഷം 11th വരുമ്പോൾ 11th ഓസിലേഷൻ വേവ്സ് എന്ന് പറയുന്ന ഒരു ഏരിയ, വേവ്സ് എന്ന് പറയുന്ന ലാസ്റ്റ് ചാപ്റ്ററായിട്ട് നമ്മൾ 11th പഠിക്കുന്നതാണ്. ആ ചാപ്റ്ററും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ബേസിക്കലി എടുത്തിരിക്കുന്ന SCERTയുടെ പഴയ ടെക്സ്റ്റ് ബുക്കും അതുപോലെ NCERTയുടെ 11th വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ഡിഗ്രി ലെവലിലേക്ക് ഉയരുന്ന ചില ഡോപ്ലർ എഫക്റ്റ് പോലുള്ള കാര്യങ്ങൾ, റെസൊണൻസിൻ്റെ ഒക്കെ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹയർ സെക്കൻഡറി ലെവൽ കഴിഞ്ഞിട്ടും ഉയരുന്ന ടോപ്പിക്കുകളാണ്. അതെല്ലാം സെപ്പറേറ്റ് ആയിട്ടും ഇൻക്ലൂഡ് ചെയ്താണ് ക്ലാസ്സുകൾ എൻട്രിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 3-4 പാർട്ടുകളായിട്ടാണ് വേവ്സിൻ്റെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ടും വേവ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ടുള്ള ഡിസ്കഷൻ ആദ്യമായിട്ടൊക്കെ പഠിക്കുന്നവർക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പാകത്തിന്, അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ തന്നെയാണ് നമ്മൾ തുടങ്ങുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ വേവ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും HSA ഫിസിക്കൽ സയൻസിൻ്റെ വേവ്സ് എന്ന് പറയുന്ന ആ ടോപ്പിക്കിനകത്തേക്ക് പോകുമ്പോൾ തരംഗ ചലനങ്ങളെക്കുറിച്ചിട്ടാണ് ആദ്യം പറയുന്നത്. എന്താണ് ഈ തരംഗ ചലനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ആദ്യമായിട്ട് ഇവിടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ തരംഗം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ദ്രവ്യത്തിൽ ഒരു കണികകളുടെ കമ്പനം മൂലം ദ്രവ്യത്തിന് മൊത്തത്തിൽ സ്ഥാനമാറ്റം ഇല്ലാതെ മാധ്യമത്തിലുണ്ടാകുന്ന വിക്ഷോഭങ്ങളുടെ സഞ്ചാരത്തെ തരംഗങ്ങൾ എന്ന് പറയുന്നു. അപ്പം ഞാൻ ക്ലാസ്സിൽ എടുക്കുന്ന സമയത്ത്, +1 ഒക്കെ എപ്പോഴെങ്കിലും ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ പറയുക, സെൻറ്ററിൽ ഒരു കുളത്തിൻ്റെ ഹെലിക്യാം ദൃശ്യം നിങ്ങൾ മനസ്സിൽ കരുതുക. ഒരു കുളം, വെള്ളം വട്ടത്തിലാണ്, അതിൻ്റെ സർക്കിൾ ഷേപ്പിലുള്ള ഒരു കുളമാണ്. ആ കുളത്തിൻ്റെ സെൻറ്ററിലേക്ക് ഒരു തേങ്ങ വന്ന് വീണമെന്ന് വിചാരിക്കുക. ഒരു തേങ്ങ വന്ന് വീണു. അപ്പോൾ അവിടെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായി അല്ലേ? ആ ടൈം അവിടെ കിടപ്പുണ്ടല്ലോ, വിക്ഷോഭങ്ങൾ, ഡിസ്റ്റർബൻസ് ഉണ്ടായി. ആ ഡിസ്റ്റർബൻസ് അവിടെ മാത്രമാണോ നിൽക്കുന്നത്? നിങ്ങളൊരു ഹെലിക്യാം ദൃശ്യം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ? ഈ ഓളങ്ങൾ, ഈ വേവ്സ് വലുതായി 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 അങ്ങറ്റം വരെ എത്തുന്ന രീതിയിലേക്ക് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ? അപ്പോൾ ആ വേവ്സ് അല്ലെങ്കിൽ ആ ഓളങ്ങൾ, ആ ഡിസ്റ്റർബൻസ് ട്രാവൽ ചെയ്ത് അങ്ങേയറ്റം വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ തേങ്ങ വീണ ഭാഗത്തെ വെള്ളം ഉണ്ടല്ലോ, ഈ വെള്ളം അങ്ങേയറ്റം വരെ ഓടിയോ? ഇവിടെ എഴുന്നേറ്റ് അങ്ങേയറ്റം വരെ ഓടിയിട്ടുണ്ടോ? ഇല്ല. മറിച്ച് അവിടെ ഉണ്ടായ ഡിസ്റ്റർബൻസ് ആ ഒരു പാർട്ടിക്കിളിനെ വൈബ്രേറ്റ് ചെയ്യിച്ചു, അവിടെ നിർത്തി വൈബ്രേറ്റ് ചെയ്യിച്ചു. ആ വൈബ്രേഷൻ തൊട്ടടുത്ത പാർട്ടിക്കിളിനെ ഡിസ്റ്റർബ് ചെയ്യിച്ചു, അതും വൈബ്രേറ്റ് ചെയ്തു. അവൻ തൊട്ടടുത്തയാളെ വൈബ്രേറ്റ് ചെയ്യിച്ചു, അവൻ തൊട്ടടുത്തയാളെ വൈബ്രേറ്റ് ചെയ്തു. സോ മെയിൻ പൊസിഷനിൽ നിന്നിട്ട് ഇവരുടെ വൈബ്രേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു കഴിയുമ്പോഴാണ് നമുക്കറിയാവുന്നതുപോലെ ഈ വേവ്സ് ട്രാവൽ ചെയ്ത് ഇങ്ങേയറ്റം വരെ എത്തുന്നത്. അപ്പോൾ ഇത് ഞാൻ ജനറലി മനസ്സിലാകുന്ന ഒരു കുഞ്ഞ് എക്സാമ്പിൾ അങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ സെൻറ്റൻസും അത് തന്നെയാണ്. കണികകളുടെ കമ്പനം മൂലം, കണ്ടോ, ആ മോളിക്യൂൾസ് കമ്പനം ചെയ്തു, അതുകൊണ്ട് മാറ്ററിൽ, ദ്രവ്യത്തിന് മൊത്തത്തിൽ സ്ഥാനമാറ്റമില്ല. സോ ആ ഫ്ലൂയിഡാണ് ഫ്ലൂയിഡ്, അല്ലെങ്കിൽ എന്താണോ മാറ്റർ, ആ ദ്രവ്യത്തിന് അവിടെ നിന്ന് സ്ഥാനമാറ്റം ഉണ്ടാവാതെ പകരം അവിടുത്തെ ഡിസ്റ്റർബൻസ് ആ തരംഗങ്ങളായിട്ട് സഞ്ചാരം ചെയ്ത് അങ്ങേയറ്റം വരെ എത്തുന്നു. ആ മീഡിയത്തിൽ ട്രാവൽ ചെയ്യുന്നതാണ് ഈ പറയുന്ന വേവ്സ് എന്ന് പറയുന്നത്. അപ്പം എനർജി ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു മെത്തേഡായിട്ട് അല്ലെങ്കിൽ ഒരു മോഡായിട്ടൊക്കെ നമുക്ക് വേവ്സിനെ പരിഗണിക്കാവുന്നതാണ്.
സോ വേവ്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. വേവ് മോഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാധ്യമത്തിൻ്റെ ഒരു ഭാഗത്ത് നൽകുന്ന ഊർജ്ജം മറ്റൊരു ഭാഗത്തേക്ക് എത്തിക്കുന്നതിന് തരംഗ ചലനത്തിലൂടെ നമുക്ക് സാധ്യമാവുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് നൽകുന്ന എനർജി എന്ന് പറയുന്നത് മറ്റൊരു ഭാഗത്തേക്ക് എത്തിക്കാനായിട്ട് തരംഗ ചലനത്തിലൂടെ നമുക്ക് സാധ്യമാവുന്നുണ്ട് എന്ന് ഓർത്തിരിക്കും. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പറയുന്നതാണ്. 10th എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിലൊക്കെ 10th ഒക്കെ ആദ്യത്തെ ചാപ്റ്ററുകളിൽ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. തരംഗ ചലനത്തിൽ മാധ്യമത്തിൽ ഒരു കണികയ്ക്ക് ലഭിക്കുന്ന ഊർജ്ജം തൊട്ടടുത്തതിനേക്കാൾ കൈമാറിക്കൊണ്ട് എല്ലായിടത്തേക്കും വ്യാപിക്കുന്ന രീതിയിൽ വരുന്നുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി വിവിധ തരം തരംഗങ്ങൾക്ക് ഉദാഹരണങ്ങളായിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ പറയുന്ന തരംഗങ്ങളുണ്ട്. റേഡിയോ തരംഗങ്ങളുണ്ട്, പ്രകാശ തരംഗങ്ങളുണ്ട്. ഇതിനൊക്കെ EM വേവ്സിനകത്താണ് ഇതെല്ലാം വരുന്നത്, അല്ലെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനകത്താണ് ഇതെല്ലാം വരുന്നത്. പിന്നീട് നമ്മൾ വളരെ വിശദമായിട്ട് പഠിക്കുന്നതാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിലെ 7 സ്പെക്ട്രങ്ങളും അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ചും വേവ് ലെങ്ത് കൂടുന്ന ഓർഡറും ഒക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം EM വേവ്സിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ്. പിന്നീടുള്ളതാണ് ശബ്ദ തരംഗങ്ങളുണ്ട്, അതേപോലെ യാന്ത്രിക തരംഗങ്ങളുണ്ട്, ജലോപരിതലത്തിൽ രൂപം കൊള്ളുന്ന പലതരത്തിലുള്ള തരംഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ വിശദമായിട്ട് പല ടെക്സ്റ്റ് ബുക്കുകളിലായിട്ട് പഠിച്ച് തീർക്കുന്നത്. സോ ഓർത്തിരിക്കുക. ഇനി നമ്മൾ കണ്ടുമുട്ടുന്ന തരംഗങ്ങൾ പ്രധാനമായും 3 തരത്തിലുണ്ട്. അപ്പം 3 തരത്തിലുള്ള തരംഗങ്ങളെക്കുറിച്ചാണ് വിശദമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത് മെക്കാനിക്കൽ വേവ്സ് അഥവാ യാന്ത്രിക തരംഗങ്ങളാണ്. രണ്ടാമത്തത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് EM വേവ്സ് വൈദ്യുതകാന്തിക തരംഗങ്ങളാണ്. മൂന്നാമത്തത് ദ്രവ്യ തരംഗങ്ങൾ അഥവാ മാറ്റർ വേവ്സ് ആണ്. നമുക്ക് ഫിസിക്സിലെ പല ചാപ്റ്ററുകളിലായിട്ട് നമ്മൾ ഇവയെക്കുറിച്ച് വളരെ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്, അല്ലേ? ആദ്യം നമ്മൾ യാന്ത്രിക തരംഗങ്ങൾ, മെക്കാനിക്കൽ വേവ്സ്, ട്രാൻസ്വേഴ്സ് വേവ്സും ലോഞ്ചിറ്റ്യൂഡൽ വേവ്സിനെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. ദെൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ദ്രവ്യ തരംഗങ്ങൾ, മാറ്റർ വേവ്സിനെ കുറിച്ച് നമ്മൾ പിന്നീട് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒക്കെ ബേസിക്സിലേക്ക് വരുന്ന സമയത്ത് പറയുന്നുണ്ട്. ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്കാണ് വളരെ വിശദമായിട്ട് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ മനസ്സിലാക്കിയിരിക്കും. ഇതൊക്കെ ഇൻട്രോ ഭാഗത്ത് പറയുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യം യാന്ത്രിക തരംഗങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, മെക്കാനിക്കൽ വേവ്സ് എന്ന്. ഓക്കെ, യാന്ത്രിക തരംഗങ്ങളെയാണ് നമുക്ക് ഏറെ പരിചിതമായിട്ടുള്ളത്. ജലതരംഗങ്ങൾ, ശബ്ദതരംഗങ്ങൾ, ഭൂകമ്പ തരംഗങ്ങൾ തുടങ്ങിയവ യാന്ത്രിക തരംഗങ്ങൾക്ക് ഉദാഹരണമായിട്ട് പറയാവുന്നതാണ്. അപ്പോൾ യാന്ത്രിക തരംഗങ്ങൾ, മെക്കാനിക്കൽ വേവ്സ് ആണ് നമ്മൾ കൂടുതലായിട്ടും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ അതിൻ്റെ ഉദാഹരണങ്ങളായിട്ട് ഓർത്തിരിക്കാം. ഇത്തരം തരംഗങ്ങൾക്ക് ശൂന്യതയിലൂടെ സഞ്ചരിക്കാൻ കഴിയില്ല. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. യാന്ത്രിക തരംഗങ്ങളിലുള്ള ഈ തരംഗങ്ങൾക്കൊന്നും ശൂന്യതയിലൂടെ സഞ്ചരിക്കാൻ കഴിയില്ല. സോ അങ്ങനെ ഒരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ശൂന്യതയിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന തരംഗങ്ങൾ ഏതാണ്, ശൂന്യതയിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത തരംഗങ്ങൾ ഏതാണ് എന്നുള്ളതൊക്കെ ഓപ്ഷനിൽ വരാൻ സാധ്യതയുണ്ട്. അവയുടെ പ്രസരണത്തിന് മാധ്യമം ആവശ്യമാണ്. അപ്പം മെക്കാനിക്കൽ വേവ്സിൻ്റെ പ്രൊപ്പഗേഷന്, പ്രസരണത്തിന് മീഡിയം ആവശ്യമാണ്. മീഡിയം ആവശ്യമില്ലാത്തത് ഏതാണ് എന്നുള്ള ചോദ്യം പ്രതീക്ഷിക്കാം. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ പ്രൊപ്പഗേഷന് മീഡിയം ആവശ്യമില്ല. പ്രകാശത്തിൻ്റെ പ്രസരണത്തിന് മീഡിയം ആവശ്യമില്ല. പലരും പലപ്പോഴും തെറ്റിക്കുന്ന ഒരു കാര്യം പറയാം. ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡൽ വേവ് ഒക്കെ പറയുന്ന സമയത്ത് അത് മെക്കാനിക്കൽ വേവ് ആണല്ലോ, പിന്നെ ലൈറ്റ് ഇട്ട് ട്രാൻസ്വേഴ്സ് വേവ് നേച്ചർ കാണിക്കുന്ന ഒരാളായിട്ടും അയാൾക്ക് എന്തുകൊണ്ട് മീഡിയം വേണ്ട, അയാൾ ഇതിനകത്ത് പെടുന്നല്ലേന്ന് ഒരുപാട് പേര് ക്ലാസ് കഴിയുമ്പോൾ എനിക്ക് ഡൗട്ടായിട്ട് ചോദിക്കാറുണ്ട്. മെൻറ്റേഴ്സ് ഒരു ഡൗട്ട് വരുന്ന ഒരു മെയിൻ ക്വസ്റ്റ്യനാണ്. എനിക്ക് ഒരുപാട് തവണ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രകാശത്തിന് ട്രാൻസ്വേഴ്സ് വേവ് നേച്ചർ കാണിക്കുമെന്ന് നമ്മൾ പറയുമ്പോഴും പ്രകാശം എന്ന് പറയുന്ന എന്താ, പ്രകാശം എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ ഭാഗമാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് ശൂന്യതയിലൂടെ സഞ്ചരിക്കാൻ കഴിയും. 3 × 10⁸ മീറ്റർ/സെക്കൻഡ് പ്രവേഗത്തോടുകൂടി അത് ശൂന്യതയിൽ സഞ്ചരിക്കുന്നുണ്ട്, വാക്വത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് മീഡിയം ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരിക. വളരെ സിമ്പിളായിട്ട് ആ കാര്യങ്ങൾ ഓർത്തിരുന്നോണം. അപ്പോൾ മാധ്യമം ആവശ്യമായിട്ട് വരുന്നതാണ് മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയുന്നത്. പ്രസരണത്തിന് മാധ്യമം ആവശ്യമുള്ള തരംഗങ്ങളെ നമുക്ക് മെക്കാനിക്കൽ വേവ്സ് അഥവാ യാന്ത്രിക തരംഗങ്ങൾ എന്ന് പറയാം. പ്രധാന യാന്ത്രിക തരംഗങ്ങൾ ഏതൊക്കെയാണ്? അനുപ്രസ്ഥ തരംഗം, അനുദൈർഘ്യ തരംഗം. ഒരുപാട് ക്വസ്റ്റ്യൻസ് HSIK ഒക്കെ ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതിനകത്ത് അനുപ്രസ്ഥ തരംഗവും അനുദൈർഘ്യ തരംഗവും ഓർത്തിരിക്കണം. ലോഞ്ചിറ്റ്യൂഡൽ വേവ് ഉണ്ടല്ലോ അനുദൈർഘ്യ തരംഗങ്ങൾ, ട്രാൻസ്വേഴ്സ് വേവ് ഉണ്ട് അനുപ്രസ്ഥ തരംഗങ്ങൾ. യാന്ത്രിക തരംഗങ്ങൾക്ക് ശൂന്യതയിൽ സഞ്ചരിക്കാൻ കഴിയില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ജലതരംഗങ്ങൾ, ശബ്ദതരംഗങ്ങൾ, ഭൂകമ്പ തരംഗങ്ങളൊന്നും ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നില്ല. യാന്ത്രിക തരംഗങ്ങൾ അവയുടെ സഞ്ചാരത്തിൽ മാധ്യമത്തിലെ കണികകൾ കമ്പനത്തിന് വിധേയമാക്കുകയും തരംഗ സഞ്ചാരം മാധ്യമത്തിൻ്റെ ഇലാസ്തിക ഗുണങ്ങളെ ആശ്രയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പോകുന്ന മീഡിയത്തിലെ കണികകളെ കമ്പനം ചെയ്യിച്ചുകൊണ്ട് അതിനകത്തോടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത്. അവിടുത്തെ ഇലാസ്തികത ഗുണങ്ങളെയൊക്കെ ആശ്രയിച്ചുകൊണ്ടാണ്
ഈ കാര്യങ്ങൾ നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അടുത്തത് വൈദ്യുത കാന്തിക തരംഗങ്ങൾ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ പ്രസരണത്തിന് മാധ്യമം ആവശ്യമില്ലാത്ത തരംഗങ്ങളെയാണ് നമ്മൾ വൈദ്യുത കാന്തിക തരംഗങ്ങൾ അഥവാ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുക. വൈദ്യുത കാന്തിക തരംഗങ്ങൾക്ക് ശൂന്യതയിലൂടെ സഞ്ചരിക്കാനായിട്ട് സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്, ട്രാൻസ്വേഴ്സ് വേവിൻ്റെ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതല്ല, നമ്മൾ ജനറൽ ആയിട്ടുള്ള ഒരു ഓർഡറിലാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് വേവ്സിൻ്റെ ബേസിക്സ് പഠിച്ച ശേഷം വേവ്സിൻ്റെ ഡെപ്തിലേക്ക് പഠിക്കുമ്പോഴാണ് അത് നല്ല രീതിയിൽ പഠിക്കാനായിട്ട് പറ്റുക. ട്രാൻസ്വേഴ്സ് ലോഞ്ചിറ്റ്യൂഡ് എന്താണെന്ന് മനസ്സിലായി, അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും എന്താണെന്ന് മനസ്സിലായി. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനോട് അഡീഷണൽ ആയിട്ട് ഞാൻ ഒരു കാര്യം കൂടി അവിടെ പറയാം. EM വേവ്സിലെ സ്പെക്ട്രത്തിൽ വരുന്ന ആൾക്കാരൊക്കെയാണ്? ഗാമാ റേ ഉണ്ട്. ഗാമാ റേ അതായത് ഏറ്റവും ഫ്രീക്വൻസി കൂടിയ, വേവ് ലെങ്ത് ഏറ്റവും കുറഞ്ഞ ആളാണ് ഗാമാ റേ. ദെൻ എക്സ്റേ ഉണ്ട്, UV റേ ഉണ്ട്, വിസിബിൾ ലൈറ്റ് ഉണ്ട്, ഇൻഫ്രാറെഡ് ഉണ്ട്, മൈക്രോവേവ് ഉണ്ട്, റേഡിയോ വേവ് വരെയുണ്ട്. ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ള, ഏറ്റവും കുറവ് ഫ്രീക്വൻസി ഉള്ള റേഡിയോ വേവ് വരെയുണ്ട്. നോക്കിയാൽ 1 2 3 4 5 6 7 ഈ 7 പേരും ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. ഇവരിൽ ആരുടെ കാര്യം ചോദിച്ചാലും ഇവർക്ക് ശൂന്യതയിലൂടെ സഞ്ചരിക്കാൻ പറ്റും. ശൂന്യതയിലൂടെ ഇവർ സഞ്ചരിക്കുന്ന വേഗത എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് എന്നുകൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഗാമാ റേ, എക്സ്റേ, UV റേ, വിസിബിൾ ലൈറ്റ്, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, റേഡിയോ വേവ് ഇവരെല്ലാം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. അതിൽ വരുന്ന വിസിബിൾ ലൈറ്റ് നമ്മൾ വിളിക്കുന്ന വിസിബിൾ ലൈറ്റ്, നമ്മുടെ വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് അടങ്ങുന്ന ആ സ്പെക്ട്രമുള്ള വിസിബിൾ ലൈറ്റ് ശൂന്യതയിലൂടെയും സഞ്ചരിക്കുന്ന ലൈറ്റാണ്. അതിൽ ഒരു സംശയവും വേണ്ട. പലരും ഡൗട്ട് പറയുന്ന ഒരു കാര്യമായിട്ട് ഞാൻ എടുത്ത് ഫോക്കസ് ചെയ്ത് പറഞ്ഞതാണ്. എല്ലാ വൈദ്യുത കാന്തിക തരംഗങ്ങളും ശൂന്യതയിലൂടെ ഒരേ വേഗത്തിൽ സഞ്ചരിക്കുന്നു. എല്ലാ വൈദ്യുത കാന്തിക തരംഗങ്ങളും ശൂന്യതയിലൂടെ ഒരേ വേഗത്തിൽ സഞ്ചരിക്കുന്നു. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ദൃശ്യപ്രകാശം, അൾട്രാവയലറ്റ് രശ്മികൾ, എക്സ്റേ കിരണങ്ങളൊക്കെ 3 × 10⁸ മീറ്റർ/സെക്കൻഡ് പ്രവേഗത്തോടു കൂടിയാണ് ശൂന്യതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതും ചോദ്യമായിട്ട് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് ഓർത്തിരിക്കണം, അതിൻ്റെ വേഗത എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. എല്ലാ EM വേവ്സും അതേ വേഗതയിലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളതും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഇനി അടുത്ത തരംഗങ്ങളുണ്ടല്ലോ, അതായത് നമ്മൾ മെക്കാനിക്കൽ വേവ്സിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞു, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ കുറിച്ച് പറഞ്ഞു. അടുത്ത ഏതാണ്? മാറ്റർ വേവ്സ് ആണ്. ദ്രവ്യ തരംഗങ്ങളുണ്ട് അല്ലേ. ദ്രവ്യത്തിൻ്റെ മൗലിക കണങ്ങളായിട്ടുള്ള ഇലക്ട്രോണുകൾ, പ്രോട്ടോണുകൾ, ന്യൂട്രോണുകൾ ഇവ കൂടാതെ ആറ്റങ്ങൾ, തന്മാത്രകൾ മുതലായവയുമായി ബന്ധപ്പെട്ടതാണ് ദ്രവ്യതരംഗങ്ങൾ. അപ്പോൾ വളരെ മാസ് കുറഞ്ഞ വളരെ ചെറിയ പാർട്ടിക്കിൾസിൻ്റെ വേവ് ലൈക്ക് മോഷൻ ഉണ്ട്. അതാണ് ദ്രവ്യതരംഗങ്ങൾ എന്ന് വിളിക്കുന്നത്. ക്വാണ്ടം ബലതന്ത്രം ഉപയോഗിച്ചുള്ള പ്രകൃതിയുടെ വിശകലനത്തിന് ഈ തരംഗങ്ങൾ പലപ്പോഴും കടന്നു വരാറുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യാന്ത്രിക തരംഗങ്ങൾ, വൈദ്യുത കാന്തിക തരംഗങ്ങൾ എന്നിവയേക്കാൾ ആശയപരമായി കൂടുതൽ അമൂർത്തമാണെങ്കിലും ദ്രവ്യ തരംഗങ്ങൾ ആധുനിക സാങ്കേതിക വിദ്യകളുടെ അടിസ്ഥാന ശിലയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്നത്തെ കാലത്ത് മാറ്റർ വേവ്സിൻ്റെ വലിയ പ്രാധാന്യമുണ്ട് എന്ന് ഓർത്തിരിക്കുക. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകളിൽ ഇലക്ട്രോണുകളുമായി ബന്ധപ്പെട്ട ദ്രവ്യ തരംഗങ്ങളാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനൊരു ഉദാഹരണമാണ്. അപ്പോൾ ആധുനിക സാങ്കേതിക വിദ്യയിൽ ഈ മാറ്റർ വേവ് എന്ന് പറയുന്നതിന് വലിയ സാധ്യതകളുണ്ട്. ക്വാണ്ടം മെക്കാനിക്സിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടുകൂടി ഫിസിക്സിൽ പഠിക്കുന്ന ഒരു മേഖല കൂടിയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ദ്രവ്യതരംഗങ്ങൾ വലിയൊരു സാധ്യതയുടെ ലോകം തുറന്നിട്ടിട്ടുണ്ട്. അത് വലിയ പ്രാധാന്യത്തോടുകൂടി പഠിക്കേണ്ട ഒരു ഏരിയയും കൂടിയാണ്. എന്താണ് എന്നിപ്പോൾ അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ മെക്കാനിക്കൽ വേവ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അനുപ്രസ്ഥ തരംഗങ്ങളും അനുദൈർഘ്യ തരംഗങ്ങളും. അതിൽ അനുപ്രസ്ഥ തരംഗങ്ങൾ അഥവാ ട്രാൻസ്വേഴ്സ് വേവിനെ കുറിച്ചാണ് നമ്മൾ വിശദമായിട്ട് പഠിക്കാൻ പോകുന്നത്. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ പ്രക്ഷേപണ ദിശയ്ക്ക് ലംബമായി കമ്പനം ചെയ്യുന്നുവെങ്കിൽ അതിനെ നമുക്ക് അനുപ്രസ്ഥ തരംഗങ്ങൾ എന്ന് വിളിക്കാം. എങ്ങനെയാ? മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ പ്രക്ഷേപണ ദിശയ്ക്ക് ലംബമായി വരുമ്പോൾ തരംഗം പ്രക്ഷേപണം ചെയ്യുന്ന ഈ ഡയറക്ഷനിലേക്കാണെന്ന് വിചാരിക്കാം. തരംഗം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മാധ്യമങ്ങളിലെ കണികകൾ കമ്പനം ചെയ്യുന്നത് ഇങ്ങനെയാണ്, പെർപെൻഡിക്കുലർ ആയിട്ട്. മനസ്സിലായോ? പെർപെൻഡിക്കുലർ ഡയറക്ഷനാണ് മാധ്യമത്തിലെ കണികകൾ കമ്പനം ചെയ്യുന്നത്. ഇങ്ങനെ ഒരു വേവ് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. കണ്ടോ? യെസ്, ഇതാണ് നമ്മൾ അനുപ്രസ്ഥ തരംഗങ്ങൾ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് വിളിക്കുന്ന വേവ്സ്. ഇവിടെ അവരുടെ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിനെ ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നു. ഒരു വേവിൻ്റെ മൊത്തം ഡിസ്റ്റൻസിന് വേവ് ലെങ്ത് ലാംഡ എന്ന് വിളിക്കുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മളവിടെ പഠിച്ചിട്ടുള്ളതാണ്. വളരെ പ്രധാനമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. സോ ഇതാണ് അനുപ്രസ്ഥ തരംഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ക്രസ്റ്റും ട്രഫും എന്താ? ഒരു തരംഗത്തിൻ്റെ തുലന സ്ഥാനത്ത് നിന്നും ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളെ നമ്മൾ ക്രസ്റ്റ് എന്ന് വിളിച്ചു അല്ലേ? ക്രസ്റ്റ്, ഇതാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത ശൃംഗങ്ങൾ എന്നാണ് ക്രസ്റ്റിൻ്റെ മലയാളം. ഗർത്തങ്ങൾ അഥവാ ട്രഫ് എന്ന് പറയുന്ന താഴത്തെ ഭാഗങ്ങളെയാണ് വിളിക്കുന്നത് അല്ലേ? തുലന സ്ഥാനത്ത് നിന്നും താഴ്ന്നു നിൽക്കുന്ന ഭാഗങ്ങളാണ് ട്രഫുകൾ. തുലന സ്ഥാനം എന്ന് പറയുന്നത് ഈ ലൈൻ കാണിക്കുന്നതാണ്. അതിൽ നിന്ന് മുകളിലേക്കും താഴേക്കും ഉള്ളത് ക്രസ്റ്റും ട്രഫും യഥാക്രമം നമ്മളങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. പ്രധാനപ്പെട്ട ആൾക്കാർ ഇക്വിലിബ്രിയം പൊസിഷൻ ഉണ്ട്, ആംപ്ലിറ്റ്യൂഡ് കാണിക്കുന്നുണ്ട്, 2 മുകളിലേക്കും താഴേക്കും ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്.
ക്രസ്റ്റും ട്രഫും കാണിക്കുന്നുണ്ട്, വേവ് ലെങ്ത് കാണിക്കുന്നുണ്ട് അല്ലേ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പാർട്സ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവിനെ കാണിക്കുന്നതാണ്. ഇനി അനുദൈർഘ്യ തരംഗങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ സഞ്ചാര ദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുമ്പോഴാണ് നമുക്ക് അനുദൈർഘ്യ തരംഗങ്ങൾ ഉണ്ടാകുന്നത്. അതായത് പാർട്ടിക്കിളിൻ്റെ വൈബ്രേഷൻ ഇതേ ഡയറക്ഷനിൽ തന്നെ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഈ ഡയറക്ഷനിൽ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ തന്നെയാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. സോ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ തന്നെ പാർട്ടിക്കിൾ വൈബ്രേഷൻ ഉണ്ടാകുന്നു. പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നു, വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു, പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നു, വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. മറ്റെന്താ, പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നു, വേവ് ഇങ്ങോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. കണ്ടോ, പാർട്ടിക്കിൾ വൈബ്രേഷൻ ഇങ്ങനെ, വേവ് പ്രൊപ്പഗേഷൻ ഇങ്ങനെ. ഓക്കെ, പെർപെൻഡിക്കുലർ ആയിരുന്നു മറ്റേതെങ്കിൽ, ഇത് പാരലായിട്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ അനുദൈർഘ്യ തരംഗങ്ങൾ മാധ്യമത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ക്രസ്റ്റും ട്രഫുമാണ് അവിടെ ഉണ്ടാകുന്നതെങ്കിൽ, ഇവിടെ നമ്മളുടെ അനുദൈർഘ്യ തരംഗങ്ങൾ അതിന് പകരം ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളുമാണ് ഉണ്ടാകുന്നത്. എന്താണ് ഇത് മലയാളത്തിൽ പറയുന്നതാണ് കേട്ടോ. ഹൈ പ്രഷറും ലോ പ്രഷർ ഏരിയ ഉണ്ടല്ലോ, ഉച്ചമർദ്ദം ഹൈ പ്രഷർ, നീചമർദ്ദം ലോ പ്രഷർ രൂപപ്പെടുത്തിക്കൊണ്ടാണ് സഞ്ചരിക്കുന്നത്. കംപ്രഷനും റെയർ ഫ്രാക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ രണ്ട് ടേംസ് അവിടെ പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ നമ്മളുടെ ശബ്ദ തരംഗം തന്നെയാണ്. അനുദൈർഘ്യ തരംഗങ്ങൾക്ക് ശബ്ദ തരംഗങ്ങൾ എന്ന് വിളിക്കാനായിട്ട് സാധിക്കും അല്ലേ. ഒരു കമ്പന വസ്തു മുമ്പോട്ട് ചലിക്കുമ്പോൾ അതിന് മുൻവശത്തുള്ള വായുവിനെ കംപ്രസ് ചെയ്യുകയും ഉയർന്ന മർദ്ദമുള്ള ഒരു പ്രതലം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പാർട്ടിക്കിൾസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതിങ്ങനെ ഒന്നിച്ച് ഒരെണ്ണം ഇങ്ങോട്ട് വരുന്ന സമയത്ത് മറ്റവൻ ഇങ്ങോട്ട് വരികയാണ്. ഇത് ഒന്നിച്ച് വരുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അവിടെ ഹൈ പ്രഷർ ഏരിയ ഡെവലപ്പ് ചെയ്യും. ദെൻ ഇതിങ്ങനെ അകലുന്നൊരു ഏരിയ ഉണ്ടല്ലോ, അവിടെ ലോ പ്രഷർ ഏരിയയും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഉച്ചമർദ്ദ മേഖലയെക്കുറിച്ചാണ് അവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഒരു കമ്പന വസ്തു മുന്നോട്ട് ചലിക്കുമ്പോൾ അതിന് മുൻവശത്തുള്ള വായുവിനെ കംപ്രസ് ചെയ്യുകയും ഉയർന്ന മർദ്ദമുള്ള ഒരു പ്രതലം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഉച്ചമർദ്ദ മേഖല അഥവാ കംപ്രഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ന്യൂനമർദ്ദ മേഖല അഥവാ റെയർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? കമ്പന വസ്തു പിറകോട്ട് ചലിക്കുമ്പോൾ ഒരു മർദ്ദമുള്ള പ്രതലം സൃഷ്ടിക്കപ്പെടുന്നു. അത് ഈ പറയുന്ന ന്യൂനമർദ്ദ മേഖല ആയിരിക്കും, അതായത് അകന്നു. അപ്പോൾ അവിടെ റെയർ ഫ്രാക്ഷൻസ് ഉണ്ടായി. ഒരു കമ്പന വസ്തുവിൽ രൂപപ്പെടുന്ന ഇത്തരം മർദ്ദ വ്യത്യാസം ഒരു നിശ്ചിത വ്യാപ്തിയിലുള്ള ഒരു മാധ്യമത്തിലെ കണികകളുടെ എണ്ണത്തെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ കണികളുടെ എണ്ണത്തിനനുസരിച്ചുകൊണ്ട് തന്നെയാണ് ഈ മർദ്ദ വ്യത്യാസം രൂപപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് സാധിക്കണം. അടുത്തത്, ഒരു മാധ്യമത്തിലെ കണികകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോൾ മർദ്ദം വർദ്ധിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ, ഇപ്പോൾ 10th ലെവലിലുള്ള ക്ലാസ്സുകളിലൊക്കെ ഇങ്ങനെ ഒരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് ഈ കംപ്രഷൻ റിഫ്രാക്ഷൻ നമ്മൾ പഠിപ്പിക്കാറുണ്ട്. അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിനകത്ത് വരുന്ന സമയത്ത് നമുക്ക് കംപ്രഷൻ എന്ന് പറയുന്നത് ആ ഞെങ്ങി കൂടുതൽ അടുത്തടുത്തിരിക്കുന്ന സംഭവമാണ്. റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് അകന്ന് നിൽക്കുന്ന സംഭവമാണ്. സോ കംപ്രഷൻ റിഫ്രാക്ഷൻ എന്നുള്ള രീതിയിലാണ് ഇവിടെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ട്രാവൽ ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. വളരെ പ്രാധാന്യത്തോടുകൂടി പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അനുദൈർഘ്യ തരംഗത്തിൻ്റെ തരംഗ ദൈർഘ്യത്തെക്കുറിച്ച് പറയുമ്പോൾ, മറ്റേ നമ്മൾ പറഞ്ഞു അല്ലേ, ഇപ്പോൾ ഇതിങ്ങനെ എടുക്കുമ്പോൾ ഒരു വേവിൻ്റെ ട്രാവൽ ചെയ്യുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ രണ്ട് ക്രസ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് അവിടുത്തെ വേവ് ലെങ്ത് ആയിട്ട് എടുക്കാമായിരുന്നു. ട്രാൻസ്വേഴ്സ് വേവിൻ്റെ കേസ് അല്ലെങ്കിൽ രണ്ട് ട്രഫുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയൊക്കെ അങ്ങനെ എടുക്കാനായിട്ട് പറ്റുമായിരുന്നു. എന്നാൽ അനുദൈർഘ്യ തരംഗങ്ങളിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ അടുത്തടുത്ത രണ്ട് മർദ്ദം കൂടിയ മേഖലകൾ തമ്മിലോ മർദ്ദം കുറഞ്ഞ മേഖലകൾ തമ്മിലോ ഉള്ള അകലത്തെയാണ് നമ്മൾ അനുദൈർഘ്യ തരംഗത്തിൻ്റെ തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത്. അതായത് രണ്ട് കംപ്രഷൻ അല്ലെങ്കിൽ രണ്ട് റിഫ്രാക്ഷൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് എന്ത് പറയാം? അതിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തത്, അനുപ്രസ്ഥമോ അനുദൈർഘ്യമോ ആയ രണ്ടു തരംഗം മാധ്യമത്തിലെ ഒരു ബിന്ദുവിൽ നിന്നും മറ്റൊരു ബിന്ദുവിലേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ അതിനെ പ്രയാണ തരംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത മേഖലയിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. ട്രാവലിംഗ് വേവ്സിനെ കുറിച്ചിട്ട് പറയാൻ പോവാണ്, പ്രയാണ തരംഗങ്ങളെക്കുറിച്ച് പറയാൻ പോവാണ്. നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10th ടെക്സ്റ്റ് ബുക്കിലേക്കുള്ള ബേസിക് കാര്യങ്ങളും അതേപോലെ 11th ടെക്സ്റ്റ് ബുക്കിലെ ആദ്യ ഭാഗങ്ങളിലൊക്കെ കൊടുത്തിട്ടുള്ള കാര്യങ്ങളുമാണ്. നമ്മൾ പ്രധാനപ്പെട്ട കണ്ടന്റിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയത്. അങ്ങനെയാണെങ്കിൽ പ്രയാണ തരംഗങ്ങളിലേക്ക് വരുമ്പോൾ, ട്രാവലിംഗ് വേവിലേക്ക് വരുമ്പോൾ, പ്രോഗ്രസീവ് തരംഗങ്ങളിലേക്ക് വരുമ്പോൾ, അനുപ്രസ്ഥമോ അനുദൈർഘ്യമോ ആയ തരംഗങ്ങൾ ഒരു മാധ്യമത്തിൽ ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് ട്രാവൽ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇത്തരത്തിൽ വിളിക്കുക എന്നുള്ളത് ഓർത്തിരിക്കണം. അനുപ്രസ്ഥ തരംഗത്തിൽ കണികകളുടെ ചലനം തരംഗ സഞ്ചാര ദിശയ്ക്ക് ലംബമായിരിക്കും. അതുകൊണ്ട് തരംഗം സഞ്ചരിക്കുമ്പോൾ മാധ്യമത്തിൽ ഓരോ ഭാഗത്തും ഒരു ഷിയറിംഗ് അനുഭവപ്പെടും, ഷിയറിംഗ് സ്ട്രെയിൻ അനുഭവപ്പെടും. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അനുപ്രസ്ഥ തരംഗം ഉണ്ടല്ലേ, കണികകളുടെ ചലനം എന്ന് പറയുന്നത് തരംഗങ്ങളുടെ സഞ്ചാര ദിശയ്ക്ക് ലംബമായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ തരംഗം സഞ്ചരിക്കുമ്പോൾ മാധ്യമത്തിലെ ഓരോ ഭാഗത്തും ഓരോ ഷിയറിംഗ് സ്ട്രെയിൻ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കണം. അടുത്തത്, അതുകൊണ്ട് അനുപ്രസ്ഥ തരംഗങ്ങൾ ഷിയറിങ്ങിനെ
താങ്ങാൻ കഴിയുന്ന ഖരവസ്തുക്കൾ, കമ്പികൾ തുടങ്ങിയ മാധ്യമങ്ങളിലൂടെയാണ് സഞ്ചരിക്കുക, ദ്രവങ്ങളിലൂടെ സഞ്ചരിക്കുന്നില്ല. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. അതായത് അനുപ്രസ്ഥ തരംഗങ്ങൾ, ഇത് NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റുകളാണ്. ഷിയറിങ്ങിനെ താങ്ങാൻ കഴിയും. ഇപ്പോൾ ഷിയറിംഗ് സ്ട്രെയിൻ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അതിനെ താങ്ങാൻ കഴിയുന്ന ഖരവസ്തുക്കളും കമ്പികൾ തുടങ്ങിയ മാധ്യമങ്ങളിലൂടെയാണ് സഞ്ചരിക്കുക. ദ്രവങ്ങളിലൂടെ, ഫ്ലൂയിഡ്സിലൂടെ ഇത് സഞ്ചരിക്കുന്നില്ല. ദ്രവങ്ങൾക്കും ഖരങ്ങൾക്കും കംപ്രസീവ് സ്ട്രെയിൻ താങ്ങാൻ കഴിയും. അതിനാൽ അനുദൈർഘ്യ തരംഗങ്ങൾ, അവിടെ എന്താ കംപ്രസീവോ, മറ്റേ ഷിയറിംഗ് ആണ്. അടുത്തത് അനുദൈർഘ്യ തരംഗങ്ങളിലേക്ക് വരുമ്പോൾ കംപ്രഷനാണ് സംഭവിക്കുക. കംപ്രസീവ് സ്ട്രെയിനെ താങ്ങാനായിട്ട് ദ്രവങ്ങളിലും ഖരങ്ങളിലും സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അനുദൈർഘ്യ തരംഗങ്ങൾ എല്ലാ ഇലാസ്റ്റിക മാധ്യമങ്ങളുടെയും സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ അനുദൈർഘ്യ തരംഗങ്ങളായിട്ടുള്ള ശബ്ദ തരംഗങ്ങൾ പോലുള്ള സാധനങ്ങൾ ഖരത്തിലൂടെയും ദ്രാവകത്തിലൂടെയും വാതകത്തിലൂടെയൊക്കെ സഞ്ചരിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അനുപ്രസ്ഥ തരംഗങ്ങൾക്ക് അങ്ങനെ പറ്റുന്നില്ല എന്നുള്ള വ്യത്യാസം കൂടി അവിടെ ഓർത്തിരിക്കുക. ഒരു സ്റ്റീൽ ദണ്ടിൽ പോലെയുള്ള ഒരു മാധ്യമത്തിൽ അനുപ്രസ്ഥ തരംഗങ്ങൾക്കും അനുദൈർഘ്യ തരംഗങ്ങൾക്കും സഞ്ചരിക്കാൻ കഴിയും എന്ന് കൃത്യമായിട്ടുള്ള ഉദാഹരണം NCERT ചാപ്റ്ററിൽ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. NCERT ടെക്സ്റ്റ് ബുക്കിന്റെ പോയിന്റ്സ് തന്നെയാണ് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്നാൽ വായുവിന് അനുദൈർഘ്യ തരംഗങ്ങൾ മാത്രമേ താങ്ങാൻ കഴിവുള്ളൂ. വായുവിലേക്ക് വന്നു കഴിഞ്ഞാൽ അനുദൈർഘ്യ തരംഗങ്ങളെ പോവുള്ളൂ, അനുപ്രസ്ഥ തരംഗങ്ങൾ പോവില്ല എന്നുള്ളത് ഓർത്തിരിക്കുക. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്, ഓർമ്മയിലുണ്ടാവണം. ഇനി ജലോപരിതലത്തിലെ തരംഗങ്ങളെക്കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ജലോപരിതലത്തിലെ കാപ്പിലറി വേവ്സും ഉണ്ട്, ഗ്രാവിറ്റേഷണൽ വേവ്സും ഉണ്ട്. രണ്ട് തരത്തിലുള്ള വേവ്സ് ഉണ്ട്. കേശിക തരംഗങ്ങളും ഗുരുത്വാകർഷണ തരംഗങ്ങളുമാണ് ജലോപരിതലത്തിലുള്ള രണ്ട് തരംഗങ്ങളായിട്ട് NCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. ആദ്യത്തേത് താരതമ്യേന ചെറിയ തരംഗങ്ങൾ, നമ്മൾ ഓളങ്ങൾ എന്നൊക്കെ പറയുന്ന റിപ്പിൾസ് എന്ന് പറയുന്ന പോലെ കാണുന്നതാണ് കാപ്പിലറി വേവ്സ് എന്ന് പറയുന്നത്, സർഫസിൽ കാണുന്നതാണ്. അവയുടെ തരംഗദൈർഘ്യം എന്ന് പറയുന്നത് ഏതാനും സെൻറ്റിമീറ്ററിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. മാത്രവുമല്ല അവയ്ക്ക് കാരണമായ പുനഃസ്ഥാപന ബലം, റീസ്റ്റോറിംഗ് ഫോഴ്സ് ജലത്തിൻ്റെ പ്രതല ബലമാണ്. അപ്പോൾ അത് ഓർത്തിരുന്നോണം. ജലത്തിൻ്റെ പ്രതല ബലമാണ് കാപ്പിലറി വേവ്സിന് കാരണം, കേശിക തരംഗങ്ങൾക്ക് കാരണം ജലത്തിൻ്റെ പ്രതല ബലമാണ് എന്നുള്ളതും നോട്ട് ചെയ്ത് വെക്കാം. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ്, കീ പോയിന്റ്സിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത്. ആ പോയിന്റ്സ് എല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആവശ്യം വരുന്ന ടോപ്പിക്കാണ്. അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ കയറി ചോദിക്കാവുന്നതാണ്. ഗുരുത്വാകർഷണ തരംഗങ്ങളുടെ തരംഗദൈർഘ്യം സാധാരണയായി ഏതാനും മീറ്ററുകൾ മുതൽ 100 കണക്കിന് കിലോമീറ്റർ വരെ ആകാൻ സാധിക്കും. അപ്പോൾ ഇത് ചെറിയതല്ല, വലിയ ആൾക്കാരാണ് ഗുരുത്വാകർഷണ തരംഗങ്ങൾ. ഈ തരംഗങ്ങൾക്ക് കാരണമായ പുനഃസ്ഥാപന ബലം, റീസ്റ്റോറിംഗ് ഫോഴ്സ് ആരാണ്? അതായത് ഗുരുത്വാകർഷണ തരംഗങ്ങൾക്ക് കാരണം ആരാണ്? ഗുരുത്വാകർഷണം മൂലം ഉണ്ടാകുന്ന വലിയ ബലമാണ്. അപ്പോൾ നമ്മൾ മൂണിൻ്റെ ഒക്കെ ഇൻഫ്ലുവൻസ് അല്ലേ നമ്മുടെ സീയിലൊക്കെ ഉണ്ടാക്കുന്ന വേവ്സ്, ഇത് ജലോപരിതലത്തിൽ അതിനെ ഏറ്റവും താഴത്തെ നിലയിൽ നിർത്താനുള്ള പ്രവണതയുണ്ട്. അപ്പോൾ ഗുരുത്വാകർഷണ ബലമാണ് ഇവിടുത്തെ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആയിട്ട് വരുന്നത്. ഈ തരംഗങ്ങളിലെ കണികളുടെ ദോലനം ഉപരിതലത്തിൽ മാത്രമല്ല കാണപ്പെടുന്നത്, മറിച്ച് ആയത് കുറഞ്ഞു വരുന്ന രീതിയിൽ ഏറ്റവും താഴെ വരെ വ്യാപനം ചെയ്തിരിക്കുന്നു. ജലത്തിലെ കണികാചലനം സങ്കീർണമാണ് എന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ജസ്റ്റ് ഓർത്തിരിക്കുക, രണ്ട് തരത്തിലുള്ള ജലോപരിതലത്തിലെ വേവ്സിൻ്റെ കാരണക്കാരായിട്ട് വരുന്നത് എന്തെല്ലാമാണ് എന്നുള്ളത് അവിടെ നിങ്ങൾക്ക് ഓർത്തിരിക്കാം. അവിടെ ജലതരംഗങ്ങൾ മുകളിലേക്കും താഴേക്കും മാത്രമല്ല മുമ്പോട്ടും പുറകോട്ടും കൂടെ ചലിക്കുന്നു. ഒരു സമുദ്രത്തിലെ തരംഗങ്ങൾ അനുദൈർഘ്യ തരംഗങ്ങളുടെയും അനുപ്രസ്ഥ തരംഗങ്ങളുടെയും സംയോജിത രൂപങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്ക് പോയിന്റ്സ് ആയതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ജലോപരിതലം കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അതിനകത്ത് അനുദൈർഘ്യ തരംഗം മാത്രമല്ല, അനുപ്രസ്ഥ തരംഗങ്ങളും അനുദൈർഘ്യ തരംഗങ്ങളും മിക്സഡ് ആയിട്ടുള്ള രീതിയിലാണ് വരുന്നതെന്ന് ഓർത്തിരിക്കുക. അനുപ്രസ്ഥ തരംഗങ്ങളും അനുദൈർഘ്യ തരംഗങ്ങളും ഒരേ മാധ്യമത്തിലൂടെ വ്യത്യസ്ത പ്രവേഗത്തിൽ സഞ്ചരിക്കുന്നതായി പൊതുവേ കാണപ്പെടുന്നുണ്ട് എന്നും ഓർക്കുക. സോ പിന്നെ ഇത് നിങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും, ഞാൻ പറയാം എന്താണ് ഇത് ഉൾപ്പെടുത്തിയതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ, ഇത് NCERT ടെക്സ്റ്റ് ബുക്കിൽ ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്. തരംഗജലത്തിലെ ചില ഉദാഹരണങ്ങൾ തന്നുകൊണ്ട് ഓരോ സാഹചര്യത്തിനുള്ള തരംഗചലനം അനുപ്രസ്ഥമാണോ അനുദൈർഘ്യമാണോ അല്ലെങ്കിൽ രണ്ടും കൂടിയതാണോ എന്ന് പ്രസ്താവിക്കാനായിട്ട് ഉദാഹരണം 15.1, അതായത് പഴയ ഓൾഡ് മലയാളം ടെക്സ്റ്റ് ബുക്ക് 2019 മലയാളം ടെക്സ്റ്റ് ബുക്ക് പരിശോധിച്ചാൽ അതിൽ ഉദാഹരണം 15.1 കൃത്യമായിട്ട് ഇത് പറഞ്ഞിട്ട് പലതരം വേവ്സിനെ കുറിച്ച് പറഞ്ഞിട്ട് അത് അനുപ്രസ്ഥമാണോ അനുദൈർഘ്യമാണോ അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ളതാണോ എന്ന് പറയാൻ പറയുന്നുണ്ട്. ഇതൊരു ചോദ്യമായിട്ട് വന്നാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം എന്നുള്ളതുകൊണ്ടാണ് ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുക. ഇത് PDF ആയതുകൊണ്ട് തന്നെ മലയാളത്തിലേക്കുള്ള കൺവേർഷൻ ആയതുകൊണ്ട് തന്നെ ചില ഭാഗങ്ങൾ ക്ലിയർ അല്ല. അതുകൊണ്ട് പക്ഷേ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം ആയതുകൊണ്ട് ഞാനത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരറ്റത്തുണ്ടാകുന്ന വ്യതിചലനം കാരണം തിരശ്ചീനമായി ക്രമീകരിച്ചിട്ടുള്ള ഒരു ചരടിലുണ്ടാകുന്ന കുനിപ്പിൻ്റെ ചലനം, അപ്പോൾ ചരടിലുണ്ടാകുന്ന സ്ട്രിങ്ങിലുണ്ടാകുന്ന വേവ്സ് ഒരു സിലിണ്ടറിലുള്ള ദ്രാവകത്തിൽ ഒരു പിസ്റ്റൺ മുമ്പോട്ടും പുറകോട്ടും ചലിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ സിലിണ്ടറിലെ ഫ്ലൂയിഡിനകത്ത് ഉണ്ടാകുന്നത്. ജലോപരിതലത്തിൽ സഞ്ചരിക്കുന്ന ഒരു മോട്ടോർ ബോട്ട് ഉണ്ടാക്കുന്നത് ഏത് തരംഗമാണ്? ഒരു ക്വാർട്സ് ക്രിസ്റ്റലിൻ്റെ കമ്പനം ചെയ്യിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന അൾട്രാസോണിക് തരംഗങ്ങൾ ഏത് തരം തരംഗമാണ് എന്നുള്ളതൊക്കെയാണ് ചോദ്യം. അപ്പോൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടു. ആദ്യത്തേത് ഒരറ്റത്തുണ്ടാകുന്ന വ്യതിചലനം. ഇപ്പോൾ നിങ്ങളൊരു സ്ട്രിങ്ങിൻ്റെ അറ്റത്തൊരു വ്യതിചലനം ഉണ്ടാക്കിയാൽ അത് ഏത് തരം തരംഗമാണ്? അനുപ്രസ്ഥ തരംഗമാണ് അല്ലേ? അനുപ്രസ്ഥ തരംഗമാണെന്ന് ഒറ്റയടിക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും, അനുപ്രസ്ഥ തരംഗമാണ്. പക്ഷേ ഇവിടെ കൃത്യമായിട്ട് അതിൻ്റെ ആൻസർ കീയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു അറ്റത്തുണ്ടാകുന്ന വ്യതിചലനം കാരണം
തിരശ്ചീനമായി ക്രമീകരിച്ചിട്ടുള്ള ഒരു ചരടിലുണ്ടാകുന്ന കുനിപ്പിൻ്റെ ചലനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഉത്തരത്തിൽ അനുപ്രസ്ഥവും അനുദൈർഘ്യവും രണ്ടും ഉണ്ട് എന്നുള്ളത് എടുത്തു പറയുന്നത്. അപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്തുകൊണ്ട് ഇതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. നമ്മൾ ഒറ്റയടിക്ക് നോക്കുമ്പോൾ അനുപ്രസ്ഥം മാത്രമേ നമ്മൾ പറയാറുള്ളൂ, പക്ഷേ അനുപ്രസ്ഥവും അനുദൈർഘ്യവും അവിടെ ഉണ്ടാവാൻ പറ്റും. അതുപോലെ ഒരു സിലിണ്ടറിലുള്ള ദ്രാവകത്തിൽ ഒരു പിസ്റ്റൺ മുമ്പോട്ടും പുറകോട്ടും ചലിപ്പിക്കുമ്പോൾ ഒരെണ്ണയുള്ളത് അനുദൈർഘ്യമാണ്. മുമ്പോട്ടും പിൻപോട്ടും ദ്രാവകത്തിൽ വരുന്ന സമയത്ത് ഫ്ലൂയിഡ്സിനകത്ത് മൂവ് ചെയ്യുന്ന ആരാണെന്ന് നമ്മൾ പറഞ്ഞു, അതാരാ? അനുദൈർഘ്യമാണ്. അതങ്ങനെ തന്നെയാണ് ആൻസറായിട്ട് കൊടുത്തിരിക്കുന്നത്. ജലോപരിതലത്തിൽ സഞ്ചരിക്കുന്ന ഒരു മോട്ടോർ ബോട്ട് ഉണ്ടാക്കുന്നത് അനുപ്രസ്ഥവും അനുദൈർഘ്യവും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ജലോപരിതലം എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് അനുപ്രസ്ഥവും അനുദൈർഘ്യവും രണ്ടും വരാനുള്ള കാര്യമുണ്ട്. അത് എക്സാമ്പിളായിട്ട് NCERT പറയുന്നതാണ്. ദെൻ അടുത്ത് ക്വാർട്സ് ക്രിസ്റ്റൽ കമ്പനം ചെയ്യപ്പെടുന്ന അൾട്രാസോണിക് തരംഗങ്ങൾ. അൾട്രാസോണിക് എന്ന് പറയുന്ന സൗണ്ടിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള വേവ്സ് ആണല്ലേ, അത് അനുദൈർഘ്യമാണ്. ഒരു സംശയവും വേണ്ട. അപ്പോൾ അനുപ്രസ്ഥം അനുദൈർഘ്യം ആരൊക്കെയുണ്ട്, മിക്സഡ് ആയിട്ട് എവിടെയൊക്കെ വരുന്നു എന്നുള്ള ഓർത്തിരിക്കുക. NCERT ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിളായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, ജലതരംഗങ്ങളുടെ എക്സാമ്പിൾ തന്നെ പറഞ്ഞിരിക്കുന്നതാണ്. ജലതരംഗങ്ങൾ മുകളിലേക്കും താഴേക്കും മാത്രമല്ല മുമ്പോട്ടും പുറകോട്ടും ചലിക്കുന്നുണ്ട്. ഒരു സമുദ്രത്തിലെ തരംഗങ്ങൾ അനുദൈർഘ്യ തരംഗങ്ങളുടെയും അനുപ്രസ്ഥ തരംഗങ്ങളുടെയും സംയോജിത രൂപങ്ങളാണ് എന്നുള്ളതും ഓർത്തിരിക്കുന്നത്. NCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. സമുദ്ര തരംഗങ്ങൾ എന്തിന് എക്സാമ്പിളാണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് വേവ്സിനെ എടുത്തിട്ട് അനുപ്രസ്ഥ എന്നേ പറയാറുള്ളൂ, പക്ഷേ അനുദൈർഘ്യ തരംഗങ്ങളുടെയും അനുപ്രസ്ഥ തരംഗങ്ങളുടെയും മിക്സ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. അനുപ്രസ്ഥ തരംഗങ്ങളും അനുദൈർഘ്യ തരംഗങ്ങളും ഒരേ മാധ്യമത്തിലൂടെ വ്യത്യസ്ത പ്രവേഗത്തിൽ സഞ്ചരിക്കുന്നതായിട്ട് പൊതുവെ കാണുന്നുണ്ട്. ഒരേ മാധ്യമത്തിലൂടെ വ്യത്യസ്ത പ്രവേഗത്തിൽ സഞ്ചരിക്കുന്നതായിട്ടും പൊതുവെ കാണപ്പെടാറുണ്ട് എന്നുള്ളതും അവിടെ ഓർത്തിരിക്കാനായിട്ട് സാധിക്കണം. ഇനി ട്രാവലിംഗ് വേവ്സിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെയാണ് അടുത്തൊരു മേഖല എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ പ്രാധാന്യത്തോടെ പഠിക്കേണ്ട ഒരു ഏരിയ തന്നെയാണ്. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ പഠിച്ചത് ഒരു ഏരിയ, ഒരു ജനറൽ ആയിട്ടുള്ള വേവ്സിൻ്റെയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് ആദ്യം പഠിച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ പ്രയാണ തരംഗത്തിൻ്റെ സ്ഥാനാന്തരവും പോലുള്ള ഇക്വേഷൻസ് ഒക്കെയാണ് കാണാൻ പറ്റുക. എങ്ങനെയാണ് അതിൻ്റെ ആയതി കാര്യങ്ങളൊക്കെ കാണുന്ന ഇക്വേഷൻസും കാര്യങ്ങളൊക്കെയാണ്. ഈ ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനായിട്ടുണ്ട്, പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഈ ഭാഗത്തൊക്കെ പറയുന്നത്. പ്രധാനപ്പെട്ട കുറേ ഇക്വേഷൻസ് വരുന്നുണ്ട്. ഹയർ സെക്കൻഡറി ഡിഗ്രി തലത്തിലേക്ക് ഉയരുന്ന കുറേ ടോപ്പിക്കുകളാണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ അവസാനിക്കുന്നില്ല. വേവ്സ് എന്ന് പറയുന്ന ഈ ടോപ്പിക്ക് അതിൻ്റെ ഒരു ജനറൽ ഏരിയയിലേക്ക് എത്തിയിട്ടുള്ളൂ. പ്രോഗ്രസീവ് വേവ്സ് പോലുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ന്യൂട്ടൻ്റെ ഇക്വേഷനും കാര്യങ്ങളും, ലാപ്ലേസിൻ്റെ കറക്ഷൻ പോലുള്ള സൗണ്ടിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് പല പാർട്ടുകളായിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേവ്സിൻ്റെ ഒരു ബേസിക്സ് കിട്ടുന്നതിനും അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കുന്നതിനും പലതരം വേവ്സിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിനും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പ്രോഗ്രസീവ് വേവ്സിൻ്റെ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ അതിൻ്റെ ഇക്വേഷൻസിന് പ്രധാനപ്പെട്ട ഓർത്തിരിക്കേണ്ട ഇക്വേഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ രണ്ടാമത്തെ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇതുപോലെ കൂടുതൽ ക്ലാസ്സുകൾ ആവശ്യമാകുന്നുണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.